ഹലോ. ഒരുപാട് പേരൻസ് എന്നോട് പറഞ്ഞ് കേട്ടിട്ടുള്ള സംഭവമാണ്. അതിപ്പോൾ ഞാനും എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. അതായത് നമ്മുടെ മൂത്ത കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞാണെങ്കിൽ പിന്നെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവളൊരു സെക്കൻഡ് മദർ ആയിരിക്കും എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഇപ്പം എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ കെയർ ചെയ്യുന്നതും സജഷൻ കൊടുക്കുന്നതും തീരുമാനം എടുക്കുന്നതൊക്കെ അവളാണ്. അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, അതുപോലെ അവനിപ്പോൾ പർച്ചേസ് ചെയ്യണം അവനക്ക് വേണ്ട ഡ്രസ്സ്, അതിൽ കൂടുതലും അഭിപ്രായങ്ങൾ പറയുന്നതും ഇത് മതി അത് മതി, ബാഗി വേണം എന്നൊക്കെ പറയുന്നത് അവളാണ്. അവളുടെ തീരുമാനത്തിനാണ് അവൻ ഞങ്ങളെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല അവളുടെ കെയറിങ് നമ്മൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. വീട്ടിൽ ഏത് നേരവും തല്ലും ബഹളമൊക്കെ ആണെങ്കിലും, രണ്ടുപേരും ഏത് നേരവും തല്ലൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ അവനെ കെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് എ മോം. വെറുതെ എല്ലാ ആൾക്കാർ പറയുന്നത് ഒരു സെക്കൻഡ് മദർ തന്നെയാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ അവരാദ്യം അവരുടെ പ്രൈസ് റേഞ്ചാണ് കേട്ടോ നോക്കുക. നമുക്ക് അഫോർഡബിൾ ആണോ അല്ലേ എന്ന് അവർക്കറിയാം. ആ ഒരു റേഞ്ച് അവർക്ക് അറിയാം. അവർ ആ രീതിക്ക് അനുസരിച്ച് മാത്രമേ നോക്കുകയുള്ളൂ. കൂടുതൽ കണ്ട അപ്പോൾ അവിടെ ഇടും. നമ്മൾ ചെറുപ്പം മുതലേ അവരെ അറിയാം. അവർക്ക് നമ്മളിൽ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിച്ചേക്കുന്നത്. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് ഷോപ്പിലൊക്കെ പോയി ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത്, അതെന്നെ വേണം എന്നൊക്കെ. അത് മിക്കതും അവരുടെ ഒരു കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നതാണ്. അവരുടെ വാശിക്ക് നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണ് അവർ വീണ്ടും അതേ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. അതിപ്പോൾ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റിലല്ല കുട്ടികളെ വളർത്തുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ബെസ്റ്റ് ഇതാണ്.